ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞ വിലങ്ങാടിലെ കെട്ടിടങ്ങളുടെ ആവാസയോഗ്യ പരിശോധന തുടരും. ഇപ്പോൾ വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലിൽ KSEBക്ക് 7.87 കോടി രൂപയുടെ നാശനഷ്ടം. വിലങ്ങാട് ചെറുകിട ജലവൈദ്യുതി പദ്ധതിയടക്കം 6 വൈദ്യുതി പദ്ധതികൾക്കും നാശനഷ്ടം ഉണ്ടായി. വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലിൽ KSEBക്ക് മാത്രം 7.87 കോടി രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചത്. വിലങ്ങാട് ചെറുകിട ജലവൈദ്യുത പദ്ധതിയടക്കം 6 വൈദ്യുതി പദ്ധതികൾക്കും കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. വൈദ്യുതി ഉൽപ്പാദനക്കുറവിൽ മാത്രം 2.25 കോടി രൂപയുടെ നഷ്ടമാണ് വന്നത്. വിലങ്ങാട് ചെറുകിട ജലവൈദ്യുതി പദ്ധതിയുടെ തടയണ കല്ലും മണ്ണും നികന്നു. സംരക്ഷണ ഭിത്തി തകർന്നു. പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് വെള്ളമെത്തിക്കുന്ന കനാൽ മണ്ണും കല്ലും മരങ്ങളും നിറഞ്ഞു മൂടി. ഇവിടെ മാത്രം 2.5 കോടിയുടെ നഷ്ടം. പൂഴിത്തോട്, ചെമ്പുകടവ്, ഉറുമി, ചാത്തങ്കോട്ടുനട, കക്കയം പദ്ധതികളിലായി 36 ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങളുണ്ട്. ഇതിന് പുറമെയാണ് ഉൽപ്പാദന നഷ്ടം. വിലങ്ങാട് പൂർവ്വസ്ഥിതിയിലാവാൻ 1 മാസം എടുക്കുമെന്നാണ് വിലയിരുത്തൽ. ഇങ്ങനെ 3 കോടിയുടെ ഉൽപ്പാദനക്കുറവുണ്ടാകും. പൂഴിത്തോടും ചെമ്പുകടവുമായി പ്രതീക്ഷിക്കുന്നത് 60 ലക്ഷത്തിന്റെ ഉൽപ്പാദനക്കുറവാണ്. വൈദ്യുതി തൂണുകളും ട്രാൻസ്ഫോമറുകളും തകർന്നതിലൂടെ 1.30 കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കിയത്. നല്ല മഴ ലഭിച്ചിരുന്ന സമയത്തെ വൈദ്യുതി ഉൽപ്പാദനം തടസ്സപ്പെട്ടതാണ് മറ്റൊരു പ്രതിസന്ധി. തകരാറിലായ വൈദ്യുതി ബന്ധം പുനരാരംഭിച്ചു. 100ഓളം ജീവനക്കാർ രാപ്പകൽ അധ്വാനിച്ച് 4 കിലോമീറ്റർ നീളത്തിൽ പുതുതായി ലൈൻ നിർമ്മിച്ചും 4 കിലോമീറ്ററും പ്രദേശത്ത് നിലവിലെ ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയുമാണ് വൈദ്യുതി ബന്ധം ഇവിടെ പുനഃസ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ, വിലങ്ങാട്.